സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വഹീഹായ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ മാലാഖമാർ കറങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യുകയും ഇങ്ങനെ ഒരു വഅലിന്റെ സദസ്സ് കാണുമ്പോ ചുറ്റുഭാഗങ്ങളിലുള്ള അവരുടെ സഹപ്രവർത്തകരായ മലക്കുകളെ മാടി വിളിക്കുകയും ചെയ്യുമെന്ന്. ഹലുമ്മു, നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരണം എന്ന് പറയുകയും ചുറ്റുഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സകലമാന മലക്കുകളും ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു സദസ്സിലേക്ക്, ഈ ഒരു മജ്ലിസിലേക്ക് കടന്നു വരികയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഹഫത്തുഹുമുൽ മലായിക, മലാക്കമാർ അവരുടെ ചിറക് വിടർത്തി നമ്മെ അനുഗ്രഹിക്കുകയാണ്. ലോകത്ത് 2 സ്വർഗമാണ്, അതിലൊരു സ്വർഗത്തിലാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. മൈക്ക് ഉഷാറായിട്ടിട്ടുണ്ട്, അതേപോലെ ഇരിക്കട്ടെ. നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലാക്കി, ഒരു സദസ്സാക്കി അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോ ദുആ ചെയ്യുന്ന ആൾക്ക് വേണം ആത്മാർത്ഥത, അതേപോലെ ആമീൻ എന്ന് പറയുന്ന ആളുകൾക്കും വേണം ആത്മാർത്ഥത. ഇല്ലെങ്കിൽ ഇവിടെ ദുആഇന് ഇജാബത്ത് ലഭിക്കില്ല. ഇതെങ്ങനെയാണ്? നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുവേ മരിച്ചുപോയ ആളുകൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ എന്ന്. അപ്പൊ മനസ്സറിഞ്ഞുകൊണ്ടൊരാൾ ആമീൻ എന്ന് പറയുമ്പോ അവിടെ നിന്ന് മലക്ക് പറയുന്നത് വലക മിസ്ലു, അതേപോലെ നിനക്കും ഉണ്ടാവട്ടെ. നീ മരിച്ചാൽ നിന്റെ കബറിടവും അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ. ഭക്ഷണം കഴിച്ച വീട്ടുകാർക്ക് നമ്മൾ ഇവിടെ ദുആ ചെയ്തു, അല്ലാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകട്ടെ എന്ന്. അപ്പൊ ആത്മാർത്ഥമായ ഹൃദയം കൊണ്ട് നമ്മൾ ആമീൻ എന്ന് പറയുമ്പോ മലക്കുകൾ ഇവിടുന്ന് പറയുന്നത് വലക മിസ്ലു, നിനക്കും അല്ലാഹു സ്വർഗീയ ഭക്ഷണം നൽകട്ടെ എന്നാണ്. നിനക്കും സ്വർഗീയ പാനീയം അല്ലാഹു നൽകട്ടെ എന്നാണ്. നമ്മൾ ആത്മാർത്ഥമായി ആമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. ഇത് ആർക്കോ വേണ്ടി ആമീൻ ആമീൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സുകളിലും ദുആ ചെയ്യുമ്പോ ആ ദുആ എന്താണ് ദുആ ചെയ്യുന്നത്, ആരോടാണ് ചോദിക്കുന്നത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉടനെ ഉത്തരം തരാമെന്ന് പറഞ്ഞ പടച്ച റബ്ബിനോടാണ് ചോദ്യങ്ങളൊക്കെ, അല്ലേ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, എങ്കിൽ ഫനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല അവന് വേണ്ടി സ്വർഗ്ഗലോകത്ത് ഒരു ഭവനം നിർമ്മിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 10 ഇഖ്ലാസ് ഓതിയാൽ റിസ്ക് ഉള്ള പണിയാണോ? 2 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് 10 ഇഖ്ലാസ് ഓതി തീർക്കാൻ പറ്റും. 10 ഇഖ്ലാസ് ഓതിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ സുബഹി വരെയോ. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഒരാൾ 20 പ്രാവശ്യം ഓതിയാലോ? 20 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു അവന് 2 വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളെ ചോദിച്ചു, നബിയെ, എന്നാൽ ഒരാൾ 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താലോ? അപ്പോഴും നബി തങ്ങൾ പറഞ്ഞത് 30 പ്രാവശ്യം ഓതിയാൽ അല്ലാഹു അവന് 3 ഭവനങ്ങളെ നിർമ്മിച്ചു കൊടുക്കുമെന്ന്. അപ്പോഴേക്കും ഉമർ തങ്ങൾ പറഞ്ഞു, യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇദൻ ലനുക്സിറു യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പെരുപ്പിക്കാൻ പോവാൻ, വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, അധികരിപ്പിക്കാൻ പോവുകയാണ്. 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ സ്വർഗത്തിലൊരു ഭവനമെന്നോ, 20 ഓതിയാൽ 2 വീടെന്നോ, എന്നാൽ ഞങ്ങൾ അധികരിപ്പിക്കുകയാണെന്ന് പറയുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഉമറേ, അല്ലാഹു ഔസഉ മിൻ ദാലിക്, ഇതിനേക്കാളൊക്കെ എത്രയോ വിശാലമാണ് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ. നീ 100 പ്രാവശ്യം ഓതിയാൽ അതിനേക്കാളും നൽകാൻ അല്ലാഹു തയ്യാറാണ് ഉമറേ. നമ്മൾക്കൊരു 10 പോയിട്ട് ഒരു പ്രാവശ്യം പോലും ഓതാൻ പറ്റുന്നില്ല. നടക്കുമ്പോ ഓതിക്കൂടെ? പള്ളിക്ക് പോകുമ്പോ, തിരിച്ചു വരുമ്പോ
വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു നിസ്കാരം കഴിഞ്ഞൊരു 10 പ്രാവശ്യം 5 മിനിറ്റ് പോലും ആവശ്യമില്ല, എന്നിട്ടും നമ്മൾ ഓതൂല. ഇതൊക്കെ ഓതിയാലുള്ള നേട്ടം എന്താ? സ്വർഗത്തിലൊരു വീട് നമ്മൾക്ക് വേണ്ടി അള്ളാഹു നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ നരകത്തിലാണ്, അതുകൊണ്ട് നേട്ടമുണ്ടോ? സ്വർഗത്തിന് വീട് നിർമ്മിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോയി, അതുകൊണ്ട് എന്ത് നേട്ടമാണ്? നമ്മൾക്ക് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാനുള്ള ഒരു അവകാശമാണിത്. അള്ളാഹുവേ, ഞാൻ എല്ലാ ദിവസവും ഒരു 10 തവണ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബിന്റെ വാക്ക് കേട്ട് ചെല്ലിയ ആളാണ്, ഓതിയ ആളാണ്, എനിക്ക് സ്വർഗം വേണം എന്ന് അവകാശപ്പെടാനുള്ള അവസരം നമ്മൾക്ക് മുമ്പിലുണ്ട്. അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗലോകത്തൊരു വൃക്ഷം പണിയുമെന്ന്, ഒരു വൃക്ഷം നട്ടു വളർത്തുമെന്ന്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോ നമ്മൾക്ക് വേണ്ടി ഒരു മരം അല്ലാഹു അവിടെ നട്ടു വളർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലുമ്പോ രണ്ടാമതൊരു മരം. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ മറ്റൊരു മരം. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ മറ്റൊരു മരം. അങ്ങനെ 4 മരങ്ങളാണ് അല്ലാഹു നടുന്നത്. പക്ഷേ ഒരാൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊരാൾ ചൊല്ലിയാൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരു പൂന്തോട്ടം പണിയുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നമ്മൾക്കൊരു 3 പ്രാവശ്യം ചൊല്ലല്ലോ ഒന്നിച്ച്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു. വൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. നീ തന്ന ആരോഗ്യം, നീ തന്ന ശബ്ദം, നീ തന്ന കണ്ണ്, നീ തന്ന കാത്, നീ തന്ന ഭക്ഷണം, എല്ലാം നീ തന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവേ നിനക്ക് ഞാൻ സർവസ്തുതിയും അർപ്പിക്കുകയാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ദൈവമില്ല, നീയല്ലാതെ വേറൊരു ഇലാഹില്ല. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഉന്നതൻ, നീയാണ് മഹത്വമുള്ളവൻ, നീയാണ് വലിയവൻ എന്ന് പറയുമ്പോഴേക്കും അല്ലാഹു നമ്മൾക്ക് വേണ്ടി സ്വർഗ്ഗലോകത്ത് ഒരു പൂന്തോട്ടം പണിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. ആ മാലാഖമാർ അവരുടെ ചിറകുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ. ആ ഒരു സദസ്സിൽ ആത്മാർത്ഥമായി ആമീൻ എന്ന് പറയുമ്പോഴോ മലക്കുകൾ പറയുകയാണ് വലക മിസ്ലു, വലക മിസ്ലു, അതുപോലത്തെ ഒന്ന് അല്ലാഹു നിനക്കും നൽകുമാറാവട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ അടിമകളെ സഹായിക്കുമ്പോഴാണ് അല്ലാഹു നമ്മെ സഹായിക്കുന്നത്. മറ്റൊരാളെ നമ്മൾ സഹായിക്കുമ്പോഴാ അല്ലാഹു നമ്മെ സഹായിക്കുന്നത്. അല്ലാഹുവേ, ഏതെങ്കിലും ഒരാൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോ അയാളുടെ വിഷമങ്ങളെ നീ തീർത്തു കൊടുക്കണേ എന്ന് നമ്മളിവിടെ ദുആ ചെയ്യുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ആളുകളും വഅദ് പറയുന്ന ആളുകളുമൊക്കെ ആരോ ഒരാളാണ്. നമ്മുടെ ബന്ധമല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ കുടുംബമല്ല, ഒരു മുസ്ലിം എന്ന രീതിയിൽ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അവന് വേണ്ടിയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്കുള്ള സഹായമാണ്. ഇങ്ങനെ സഹായിച്ചാലേ അല്ലാഹു നമ്മയും സഹായിക്കുകയുള്ളൂ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നമ്മൾ എത്ര കാലം അടിമകളെ സഹായിക്കുന്നുണ്ടോ, അവന്റെ വിഷമങ്ങളെ അകറ്റാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, പാവങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ടോ, വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ,
രോഗിയായ ആളുകൾക്കൊരു ചികിത്സ നൽകാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹു നമ്മെ സഹായിക്കുന്നത്. വെറുതെ അള്ളാഹുവിന്റെ സഹായം ലഭിക്കൂല, വെറുതെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കൂല. അതുകൊണ്ട് എല്ലാ സദസ്സുകളിലും എല്ലാ ദുആകളിലും ആർക്കോ വേണ്ടി ആമീൻ എന്ന് പറയുന്നതിന് പകരം ആത്മാർത്ഥമായി ദുആഇനെ നമ്മൾ ഓർക്കുകയും ആമീൻ അല്ലാഹുവേ നീ ഉത്തരം നൽകണേ എന്ന് ദുആ ചെയ്യുമ്പോ അത് അവന് മാത്രമല്ല നമ്മൾക്കുമുള്ള നേട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി തരുമാറാവട്ടെ. അങ്ങനെ മാലാഖമാർ ആകാശലോകത്തേക്ക് പറന്നു പോവാൻ. പിറ്റേ ദിവസം രാവിലെ സുബഹയോടടുത്ത സമയം അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, ഭൂമിയിൽ നിന്ന് വന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ? അതെ, എന്റെ അടിമ അവിടെ എന്ത് ചെയ്യാൻ, എന്റെ അടിമകൾ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ അവർ അല്ലാഹുവിനോട് പറയുന്നത് യുസബ്ബിഹൂനക, അല്ലാഹുവേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നുണ്ട്, നിനക്ക് വേണ്ടി തഹ്മീദ് ചെല്ലുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് ചെല്ലുകയാണ് നിന്റെ അടിമകൾ അവിടെ. നിന്നെ കുറിച്ച് അവർ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുകയാണ്. നിന്നെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത്, നിന്റെ ഖുർആനാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്, നിന്റെ പരിശുദ്ധ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദീസാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്ന് പറയുമ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഹൽ റഔനി, അവരെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. എന്നെ കാണാതെ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനം കേട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ആരാധിക്കുകയാണോ അവർ? അവരെങ്ങാനും എന്നെ കണ്ടിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? രണ്ടാമത്തെ ചോദ്യം അള്ളാഹു അവിടുന്ന് ചോദിക്കുകയാണ്, എന്തൊന്നാണ് അവർക്ക് വേണ്ടത്? എന്താ നമ്മൾക്കൊക്കെ വേണ്ടത്? അള്ളാഹുവിന്റെ സ്വർഗമാണ്. എന്താണ് വേണ്ടത്? സ്വർഗമാണ് വേണ്ടത്. മലക്കുകളോട് ചോദിക്കുന്നു, വമാദാ യസ്അലൂൻ, എന്തൊന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്? അടിമകൾക്ക് എന്താണ് അവരുടെ ആവശ്യം? യസ്അലൂനകൽ ജന്ന, അല്ലാഹുവേ നിന്നോട് സ്വർഗമാണ് അവർ ചോദിക്കുന്നത്. അല്ലാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ. സ്വർഗം കണ്ടോ? അവര് സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗം കാണാതെ സ്വർഗത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ. അതാണ് മുഅ്മിനീങ്ങൾ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة. ആരാണ് മുഅ്മിനീങ്ങൾ? യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ജ്ഞാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹു ഉണ്ടോ? ഉണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വർഗമുണ്ടോ? ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ വിശ്വസിക്കുന്നു. നരകമുണ്ടോ? നരകവുമുണ്ടല്ലോ. അൽ ഖബ്റു ഹഖ്ഖുൻ, ഖബ്ർ സത്യമാണ്. അസ്സിറാത്തു ഹഖ്ഖുൻ, സിറാത്ത് പാലം സത്യമാണ്. അൽ മഅ്ശറു ഹഖ്ഖുൻ, മഅ്ശറയും സത്യമാണ്. അന്നാറു ഹഖ്ഖുൻ, നരകവും സത്യമാണ്. ഇതൊക്കെ സത്യമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോഴേക്കും നമ്മളൊക്കെ വിശ്വസിക്കുകയാണ്. അത് കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, യാ മലായികത്തി, എന്റെ പൊന്നു മലക്കുകളെ, നിങ്ങളല്ലേ ഒരു കാലത്ത് പറഞ്ഞത് ഇവരെ സൃഷ്ടിക്കാൻ പാടില്ലെന്ന്? ഈ മനുഷ്യരെ സൃഷ്ടിക്കല്ല, ഇവര് രക്തം ചിന്തുന്നവരാണ്, ഇവര് തോന്നിവാസികളാണ്, താന്തോന്നികളാണ്, ഇവരെ സൃഷ്ടിക്കല്ല. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിനക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാനും നിന്നെ പുകഴ്ത്താനും നിന്നെ സ്തുതിക്കാനും ഞങ്ങളുണ്ടല്ലോ അല്ലാ. എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച നിങ്ങൾക്ക് മറുപടിയാണ് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.